ഹായ് ഫ്രണ്ട്സ്, നിഷാദ് പടിഞ്ഞാറ്റുമുറാണ്. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ മറ്റൊരു സ്വപ്ന പദ്ധതി മലയോര ഹൈവേ, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് തലയാട് പടിക്കൽ വയൽ മുതൽ 28 മൈൽ വരെയുള്ള മലയോര ഹൈവേന്റെ വികസനമാണ്. അത് ഏകദേശം പൂർത്തീകരിക്കാനായി. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തലയാട് മുതൽ പെരുമ്പള്ളി എന്ന് വെച്ചാൽ താമരശ്ശേരി റോഡിൽ പെരുമ്പള്ളി എന്ന സ്ഥലമുണ്ട്, അവിടം വരെയുള്ള വർക്കാണ്. PMR കൺസ്ട്രക്ഷനാണ് വർക്ക് എടുത്തിരിക്കുന്നത്. ഈ പെരുമ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലം വരുന്നത് നമ്മൾ വയനാട് അടിവാരം വന്നിട്ട് പിന്നീട് നമ്മൾ താമരശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പം മലപ്പുറം കഴിഞ്ഞിട്ടാണ് ഈ പെരുമ്പള്ളി വരുന്നത്. ഇവിടെ നിന്നാണ് ഈ റീച്ച് തുടങ്ങുന്നതും. തലയാട് പടിക്കൽ വയൽ വരെ കേട്ടോ. അപ്പം നമുക്ക് ആ വീഡിയോ കാണാം. എന്തായാലും നല്ല അടിപൊളി കിടലും വർക്കാണ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് മലയോര ഹൈവേന്റെ വർക്ക് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത്. അതും വളരെ മനോഹരമായ കാഴ്ചകളാണ് മലയോര ഹൈവേയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞ 2024 ഞാൻ ആദ്യം ഈ ഭാഗത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ മലപ്പുറം എന്ന് കണ്ടപ്പോൾ ഞാൻ അതിശയപ്പെട്ടു പോയി. കാരണം ഞാനൊരു മലപ്പുറത്തുകാരനാണ്. അത് മലപ്പുറമാണ്, ഇത് മലപ്പുറമാണ്. അപ്പം പെരുമ്പള്ളിയിൽ നിന്നാണ് അങ്ങോട്ട് തുടങ്ങുന്നത്. ഏകദേശം 10 കിലോമീറ്ററിന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ തലയാട് വരെ ഈ റീച്ച്. ഇത് കോടഞ്ചേരി മുതൽ തലയാട് വരെയുള്ള റീച്ചിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. 2 കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ഈ ഭാഗത്തെ വർക്ക് എടുക്കുന്നത് കേട്ടോ, ഈ റീച്ചില്. അപ്പോൾ നമ്മൾ കോടഞ്ചേരി മുതൽ മലപ്പുറം വരെ വേറൊരു കൺസ്ട്രക്ഷൻ കമ്പനിയും, അത് കഴിഞ്ഞിട്ട് പിന്നെ മലപ്പുറം പെരുമ്പള്ളി മുതൽ നേരെ തലയാട് പടിക്കൽ വയൽ വരെ PMR കൺസ്ട്രക്ഷനുമാണ്. ഇതിൽ കുറച്ച് ഭാഗം പഴയ റോഡാണ്. നമ്മൾ വയനാട് അടിവാരം ഇറങ്ങിയിട്ട് നേരെ നമ്മൾ താമരശ്ശേരി ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഈ മലപ്പുറം അതുപോലെ തന്നെ പെരുമ്പള്ളിയും ഉള്ളത്. നോക്കിയാൽ നിങ്ങൾ റോഡ് എത്ര മനോഹരമായിട്ടാണ് കിടക്കുന്നത്. 2 ഭാഗത്തും മരങ്ങളാണ്. അതിൻ്റെ ഇടയിൽ കൂടിയാണ് നമ്മളെ മലയോര ഹൈവേ കടന്നു പോകുന്നത്. ഇത് മാത്രമല്ല കേട്ടോ, ചില കുന്നുകളുടെ സൈഡിൽ കൂടെ ഒക്കെ ഈ മലയോര ഹൈവേ കടന്നു പോകുന്നുണ്ട്. 4 വരിപ്പാതയല്ല, 2 വരിപ്പാത മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഡ്രൈനേജിന്റെ വർക്ക് നടന്നിരിക്കുന്നു, മറുഭാഗത്ത് ഇതേമാതിരി കട്ടകൾ വിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില ഭാഗങ്ങൾ റോഡ് കഴിഞ്ഞിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ ഇതേമാതിരി കോൺക്രീറ്റിംഗ് ചെയ്യുന്നുണ്ട്. 2024 ഞാൻ ആദ്യമായിട്ട് ഈ ഭാഗത്ത് വരുന്നത്. അന്നൊക്കെ ഇവിടെ വർക്ക് നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഏകദേശം വർക്കുകളൊക്കെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ മുകൾ ഭാഗത്ത് ലൈൻ മാർക്കിങ്ങും അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്ക്, പിന്നെ നമ്മളെ സൈൻ ബോർഡുകളൊക്കെ വരാനുണ്ട്. നോക്കി നിങ്ങൾ എത്ര മനോഹരമായ കാഴ്ചയാണ്. ഒരു ഭാഗത്ത് പൂർണ്ണമായിട്ട് വലിയ വലിയ മരങ്ങളാണ്, അതിനോട് ചേർന്നിട്ടാണ് മലയോര ഹൈവേ കടന്നു പോകുന്നത്. അതാണ് ഈ മലയോര ഹൈവേക്ക് ഇത്ര ഭംഗി നൽകുന്നത്. കേരളത്തിലെ റോഡുകളുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല അടിപൊളി റോഡായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. BMBC നിലവാരത്തിലാണ് കേരളത്തിലെ റോഡുകൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ടൊക്കെ ഈ റോഡിൽ കൂടെ സഞ്ചരിച്ച ആളുകൾക്ക് മനസ്സിലാവും എങ്ങനെയായിരുന്നു ഈ റോഡ്. അതുപോലെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു റോഡ് പണി നടക്കുന്ന സമയത്ത്. പക്ഷെ ഇപ്പം എന്തായാലും റോഡ് പണിയൊക്കെ കഴിഞ്ഞപ്പം നല്ല അടിപൊളിയായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ മലയോര ഹൈവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ടൂറിസമാണ്. കേരളത്തിൽ ഒട്ടനവധി ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, ഹിൽ സ്റ്റേഷൻ ഉണ്ട്. കാരണം അവിടെ ഒന്നും പല ആളുകൾക്കും എത്തിപ്പെടാൻ പറ്റണില്ല. അപ്പോൾ അവിടേക്കൊക്കെ നല്ല റോഡുകൾ നിർമ്മിച്ചിട്ട് സഞ്ചാരയോഗ്യമാക്കുക. എന്ന് വെച്ചാൽ മെയിനായിട്ട് വാഹനങ്ങൾ കൊണ്ട് അങ്ങോട്ട് എത്താനുള്ള സംവിധാനമാണ് നമ്മൾ ഈ മലയോര ഹൈവേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ കാര്യമുണ്ട്, കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ മലയോര ഹൈവേന്റെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് ഇതുപോലെ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലുള്ള ചെറിയ അങ്ങാടികളുണ്ടല്ലോ, അതൊക്കെ നല്ല അടിപൊളി അങ്ങാടിയായിട്ട് മാറും. ഇപ്പൊ ഈ റോഡ് കടന്നു പോകുന്ന അങ്ങാടികളെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പൊ ദേശീയപാത 66 വികസനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 11-12 ടോൾ ബൂത്തുകളാണ് കാസർഗോഡിന്റെയും അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന്റെ ഇടയിൽ വരുന്നത്. അപ്പൊ ഇതൊക്കെ ടോൾ കൊടുത്ത് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊന്നും ബൈക്കുകൾ, എന്ന് വെച്ചാൽ മെയിൻ 6 വരിപ്പാതയിലൊന്നും ബൈക്കുകളൊന്നും കയറാൻ സാധിക്കില്ല. അപ്പം ഏറ്റവും കൂടുതൽ ബൈക്ക് റൈഡേഴ്സ് ഇനി ചൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ മലയോര ഹൈവേ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് ടോൾ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട. പല സ്ഥലത്തും ഇതേപോലെയുള്ള ഹിൽ സ്റ്റേഷനുകൾ, നല്ല ടൂറിസ്റ്റ് സ്പോട്ടുകളുണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് സ്റ്റേ ചെയ്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം നമ്മുടെ മൂന്നാറിലെ ഗ്യാപ്പ് റോഡ് കണ്ടിരിക്കണം നിങ്ങൾ. ഗ്യാപ്പ് റോഡ് എങ്ങനെ അടിപൊളിയായിട്ട് മാറിയിട്ടില്ലേ. അപ്പോൾ ആദ്യം ഇതിന് മുമ്പ് എങ്ങനെയായിരുന്നു ഗ്യാപ്പ് റോഡ്, ഇപ്പം ഇഷ്ടം പോലെ വിനോദസഞ്ചാരികളാണ് ആ ഗ്യാപ്പ് റോഡിലേക്ക് വരുന്നത്. അപ്പോൾ അതൊക്കെയാണ് മാറ്റങ്ങൾ. ഓരോ നല്ല റോഡുകൾ വരുന്നതും അതിനോടനുബന്ധിച്ചുള്ള പല സ്ഥലങ്ങളും വികസിക്കുന്നതാണ്. ഇപ്പോൾ ഈ റോഡ് നോക്കിയാൽ നിങ്ങൾ ഇതിൻ്റെ 2 സൈഡും നോക്കി എത്ര വൃത്തിയായി കിടക്കുന്ന, 2 ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട്. അതുപോലെ തന്നെ കട്ടകൾ വിരിക്കേണ്ട സ്ഥലത്തൊക്കെ പൂർണ്ണമായിട്ട് കട്ടകൾ പതിച്ചിട്ടുണ്ട്. ഇതൊരു ചെറിയ അങ്ങാടിയാണ്. ഈ അങ്ങാടി നല്ല അടിപൊളിയായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇവിടെയൊക്കെ കൈവരികൾ വരും. ഇതാണ് ചാമൽ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെയൊക്കെ ഇനി കൈവരികൾ വരാനുള്ളതാണ്. അപ്പോൾ ഓരോ അങ്ങാടികളും അതുപോലെ തന്നെ സ്കൂളുകൾ വരുന്ന സ്ഥലത്തൊക്കെ മെയിനായിട്ട് കൈവരികൾ സ്ഥാപിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾ നോക്കൂ, ഇതൊരു ചെറിയ അങ്ങാടിയുണ്ട്. ഈ അങ്ങാടിൻ്റെ സൈഡിൽ നോക്കിയാൽ നിങ്ങൾ നടപ്പാതയോട് ചേർന്നിട്ട് കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്ത പ്രദേശങ്ങൾ കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊന്തിച്ചിട്ടുമുണ്ട്. സൈഡിലൊക്കെ അതേമാതിരി കോൺക്രീറ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ തന്നെ നമ്മൾ എടുത്ത് പറയാൻ പറ്റുന്ന ഒരു വർക്കാണ് കക്കാടംപൊയിൽ മുതൽ കോടഞ്ചേരി വരെയുള്ള നമ്മുടെ മലയോര ഹൈവേന്റെ വർക്ക്. ആ റോഡ് കണ്ടിട്ട് നിങ്ങൾ എത്ര മനോഹരമായിട്ടുണ്ട്. അതേമാതിരി തന്നെയാണ് ഈ റോഡിന്റെ നിർമ്മാണം നടക്കുന്നത്. അപ്പോൾ ഇതൊരു അങ്ങാടിയാണ്. ഈ അങ്ങാടി നോക്കിയാൽ നിങ്ങൾ 2 ഭാഗത്തും കൈവരികൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതിൽ പെയിന്റിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഫുട്പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ട പതിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രൈനേജിന്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇവിടെയൊക്കെ ലൈൻ മാർക്കിംഗ് ആണ് വരാനുള്ളത്. അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റിന്റെ പണികൾ നടക്കാനുണ്ട്.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ ഭാഗത്ത് വന്ന സമയത്തൊക്കെ ചെറിയ തോതിൽ മാത്രമേ പല സ്ഥലത്തും വർക്ക് നടന്നിട്ടുള്ളൂ കേട്ടോ. ഏകദേശം ഇപ്പോൾ 1.5 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത്. ഈ 1.5 കൊല്ലം കൊണ്ടാണ് ഈ ഭാഗത്ത് ഇത്രയധികം മാറ്റം വന്നിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയല്ലേ വികസനം. ഒരു നാടിൻ്റെ വികസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റോഡുകളും അതുപോലെ തന്നെ അപ്പം എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അങ്ങാടികളിലേക്ക് ആ ജനങ്ങൾ കൂടുതൽ വരും. അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാകും. അതും കൂടാതെ അവിടെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ വില കൂടും. അതൊക്കെയാണ് ഈ നാട്ടുപ്രദേശമായ സ്ഥലങ്ങളിൽ കൂടെ മലയോര ഹൈവേ കടന്നു പോകുമ്പോഴുള്ള ഗുണം. ഇനി അടുത്തത് കേളൻമൂല എന്ന സ്ഥലം കേട്ടോ. അവിടെ നോക്കിയാൽ നിങ്ങൾ അവിടെ ഒരു വളവുണ്ട്. ആ വളവിൻ്റെ അവിടെ പൂർണ്ണമായിട്ട് അവർ സ്റ്റീൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ച സ്ഥലങ്ങളിലൊക്കെ കരിങ്കല്ലുകൊണ്ട് കെട്ടിപ്പൊന്നിച്ചിട്ടുണ്ട്. ഇവിടെ ഇനി ഇടത് ഭാഗത്ത് കോൺക്രീറ്റിൻ്റെ വർക്ക് വരാനുണ്ട് കേട്ടോ. വലത് ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്ത് സ്ലാബിൻ്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്തുള്ള ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന പഴയ റോഡിൻ്റെ പിക്ചർ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എന്നാലേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഇവിടെ റോഡിൻ്റെ വീതിയൊക്കെ ഏകദേശം 2 വരിപ്പാത തന്നെയാണ്. ഒരു ഭാഗത്ത് ഡ്രൈനേജ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡിൽ നമ്മുടെ സ്റ്റീൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുണ്ട്. മണ്ണെടുത്ത താഴ്ച സ്ഥലത്ത് വലത് ഭാഗത്ത് നോക്കിയാണ് കരിങ്കല്ലോണ്ടാണ് കെട്ടിപ്പൊന്തിച്ചിരിക്കുന്നത്. ഈ ഭാഗം കണ്ടാൽ തന്നെ എനിക്ക് ഏകദേശം മനസ്സിലാവും എങ്ങനെയായിരിക്കും ഈ റോഡ് പോയ സ്ഥലം ഉണ്ടായിരുന്നത്. കാരണം അത്രയും താഴ്ത്തിയിട്ടാണ് മണ്ണെടുത്തിരിക്കുന്നത്. ആ സൈഡിലൊക്കെ നോക്കി നിങ്ങൾ കോൺക്രീറ്റ് വാളാണ് കെട്ടിയിരിക്കുന്നത് കേട്ടോ. പിന്നെ ഡ്രൈനേജിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട്. ടാറിങ്ങിൻ്റെ BM വരെ എത്തിയിട്ടുള്ളൂ. BC എത്തിയിട്ടില്ല. BC കഴിഞ്ഞാൽ മാത്രമേ ലൈൻ മാർക്കിങ് പിന്നെ കാറ്റൈ സ്റ്റഡ്സ് അതുപോലെ തന്നെ എല്ലാ വർക്കുകളും നടത്തുകയുള്ളൂ കേട്ടോ. എന്തായാലും വർക്കുകളൊക്കെ നല്ല വേഗതയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പിന്നെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കണ്ടമാതിരി പടിക്കൽ വയൽ മുതൽ 28-ാം മൈൽ വരെയുള്ള റോഡ് മാതിരിയല്ല ഈ ഭാഗങ്ങളിൽ കേട്ടോ. അത് ശരിക്കും നല്ലൊരു ചുരം തന്നെയാണ്. ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് റോഡുകൾ കുറേ ഭാഗത്തുണ്ട്. എന്തായാലും അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാലും നല്ല അടിപൊളി കാഴ്ചകളാണ് നമുക്ക് ഈ മലയോര ഹൈവേ കൂടെ പോകുമ്പോൾ കാണാൻ സാധിക്കുക കേട്ടോ. എന്തായാലും നല്ല അടിപൊളി റോഡ് തന്നെയാണ്. ഇനി അടുത്ത് കട്ടിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കട്ടിപ്പാറ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് റോഡ്, അതുപോലെ തന്നെ എങ്ങനെയായിരുന്നു അങ്ങാടി എന്നുള്ളത്. അപ്പോൾ പഴയ കാലത്ത് അങ്ങാടിയൊക്കെ മാറി അടിപൊളി അങ്ങാടിയായി മാറിയിരിക്കുകയാണ്. നോക്കിയാൽ നിങ്ങൾ 2 ഭാഗത്തും കൈവരികൾ സ്ഥാപിച്ചിട്ട് നടപ്പാതയുണ്ട്. ഇതന്നെ ഒരു പ്രത്യേക ലുക്ക് തന്നെയല്ല. അപ്പം ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് കൈവരികളുടെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. ഡ്രൈനേജിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചില ഭാഗത്ത് കട്ട പതിക്കുന്ന വർക്കാണ് ഇനി നടക്കാനുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കുക, കേരളത്തിൽ എത്ര റോഡുകളുടെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ദേശീയപാത 66, മറ്റൊന്ന് തീരദേശപാത, പിന്നെ മലയോര ഹൈവേ, ഗ്രീൻഫീൽഡ് ഹൈവേ. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ദേശീയപാത 66, അതുപോലെ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മലയോര ഹൈവേ ഉണ്ട്. അതിൽ ഒരു ജില്ല മാത്രമേ ഇല്ലാത്തുള്ളൂ. 13 ജില്ലകളുണ്ട്. ഒരു ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴ ജില്ലയില്ല. തീരദേശപാതയിലാണെങ്കിൽ 2 ജില്ലകളില്ല. ഒന്ന് വയനാടും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയും. ഇപ്പോൾ ഈ കട്ടിപ്പാറ ഭാഗം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇടത് ഭാഗത്ത് ഇതേമാതിരി ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കട്ടോ. ഇവിടെയൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. 2 ഭാഗത്തും ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇനി നേരെ നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത് തലയാട് പടിക്കൽ വയൽ ഭാഗത്തേക്കാണ്. ഏകദേശം 10 കിലോമീറ്ററിന് അടുത്ത് മാത്രമേ വരുന്നുള്ളൂ. പെരുമ്പള്ളി മുതൽ പടിക്കൽ വയൽ വരെ കേട്ടോ. 48 കോടി രൂപ ചെലവഴിച്ചിട്ടാണ് ഈ റോഡിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ പൂർണ്ണമായിട്ട് വർക്ക് കഴിഞ്ഞിരിക്കുന്നു. 2 ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു. നോക്കിയാൽ നിങ്ങൾ നല്ല ഒരു കാഴ്ച തന്നെയല്ല നമുക്ക് നൽകുന്ന ആകാശക്കാഴ്ച. ഇത്ര മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കണമെങ്കിൽ ആ റോഡിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ എന്ത് വൈബായിരിക്കും നമുക്ക് ഉണ്ടാവുക. പക്ഷേ ഈ പടിക്കൽ വയൽ മുതൽ നേരെ തലയാട് വരെയുള്ള ഭാഗങ്ങളിൽ ചെറിയ ചോലകളൊന്നും ഇല്ല കേട്ടോ. നല്ല അടിപൊളി കാഴ്ച എന്ന് പറഞ്ഞാൽ വലിയ വലിയ കുന്നുകളൊക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. അതുപോലെ തന്നെ മരങ്ങളുടെ ഇടയിൽ കൂടെ യാത്ര ചെയ്യാം. നിങ്ങൾ നോക്കിക്കോ, ഈ കേരളത്തിലെ മലയോര ഹൈവേൻ്റെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ ഹിൽ സ്റ്റേഷൻ ടൂറിസം വേറെ ലെവലായി മാറും. കേരളത്തിൽ കുറേ സ്ഥലങ്ങളുണ്ട് ഇതേമാതിരി, പക്ഷെ നമുക്ക് അവിടേക്ക് എത്താൻ സാധിച്ചിരുന്നില്ല. നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല. റോഡുകൾ ഉണ്ടെങ്കിൽ തന്നെ വളരെയധികം മോശമായിരുന്നു. അതുകൊണ്ട് നമുക്ക് വാഹനം കൊണ്ടൊന്നും അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റില്ല. ഇനി നോക്കിക്കൊണ്ട് നിങ്ങൾ ഈ റോഡുകളൊക്കെ പണി പൂർത്തിയായി കഴിഞ്ഞാൽ പല ഹിൽ സ്റ്റേഷനും വമ്പം മാറ്റം സംഭവിക്കാൻ പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു തലയാട് മുതൽ 28-ാം മൈൽ വരെ റോഡിൻ്റെ വർക്ക്. ആ റോഡ് നന്നായ ശേഷം എത്രങ്ങാനും ആളുകളാണ് കരുത്തുംപാറ അതുപോലെ തന്നെ കക്കയം ആ ഭാഗത്തേക്ക് ജനങ്ങൾ വരുന്നത്. അപ്പം അതേമാതിരി മാറ്റങ്ങളാണ് ഈ ഭാഗത്ത് വരാൻ പോകുന്നത്. അപ്പോൾ കോടഞ്ചേരി മുതൽ തലയാട് വരെയുള്ള റീച്ചിലാണ് ഇത് ഉൾപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് വന്നിട്ട് ഈ റീച്ച് അവസാനിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പടിക്കൽ വയൽ. മലയോര ഹൈവേൻ്റെ വീഡിയോസ് ഇനി വരാനുള്ളതാണ്. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിഷാദ് പടിഞ്ഞാറ്റുമുറി എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ.